ഒട്ടേറെ ട്രെൻഡുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ വർഷമായിരുന്നു 2025. സാക്ഷാൽ കൺവിൻസിംഗ് സ്റ്റാറിന്റെ ആശംസയോടെയായിരുന്നു പുതുവർഷം തുടങ്ങിയത്. 2025 നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല വർഷമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ അങ്ങോട്ട് ട്രെൻഡുകളുടെ കുത്തൊഴുക്കായിരുന്നു. സമാധി 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 മുതൽ ബാഹുസ്വാമി വരെ. സോഷ്യൽ മീഡിയയെ മുഴുവൻ പിടിച്ചു കുലുക്കിയ ഡയലോഗുകളുടെ ആഘോഷം. 2025 സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയതും ഇപ്പോഴും ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നതുമായ ട്രെൻഡിങ് ഡയലോഗുകൾ ഏറെയാണ്. ക്ലിക്കായ ഡയലോഗുകളെല്ലാം പോസ്റ്റിലും കമന്റ് ബോക്സുകളിലും ചാറ്റുകളിലും മാത്രം ഒതുങ്ങാതെ നിത്യജീവിതത്തിന്റെ തന്നെ ഭാഗമായി തീർന്നു. ട്രെൻഡിന്റെ തുടക്കം കുറിച്ചത് വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ ഒരു ഒഡിയ ഗാനമായിരുന്നു. ഓറഞ്ച് കാറ്റിന്റെ ഒട്ടുമിക്ക AI വീഡിയോകളിലും ഈ ഗാനമായിരുന്നു പിന്നീട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഗാനത്തിനൊപ്പം പൂച്ചയും ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചു. ধনকে দেখলু তুই ননি সিনা মনকে চিনলু না সোনাকে চিনলু বানাকে চিনলু মনসু চিনলু না. ഒപ്പം അടുത്ത ട്രെൻഡിംഗ് ലിസ്റ്റിൽ തായ്ലൻഡിൽ നിന്നുള്ള അന്നത്തെ പാത്തി എന്ന ഗാനമായിരുന്നു. അർത്ഥം പോലും അറിയാതെ പലരും പാട്ടിനെ ഏറ്റുപിടിച്ചു. കേരളത്തെ ഒന്ന് എയറിൽ കയറ്റാൻ നോക്കിയതേ ഒരു ഷോക്കിടയിൽ ഒരാൾക്ക് ഓർമ്മയുള്ളൂ. അയാൾ പിന്നീട് അങ്ങോട്ട് ബഹിരാകാശത്തായിരുന്നു. കേരള സാർ 100% ലിറ്ററസി സാർ. എന്തായാലും കേരളത്തിന്റെ പവർ പുള്ളി നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട്. നിറം എന്ന ചിത്രത്തിലെ എബിയെയും സോനയെയും പ്രകാശ് മാത്യുവിനെയും പിന്നെ പ്രായം തമ്മിൽ മോഹം നൽകി എന്ന പാട്ടും അത്ര പെട്ടെന്നൊന്നും മലയാളികൾ മറന്നു കാണാൻ വഴിയില്ല. എബിയും സോനയും ഒന്നിച്ചപ്പോൾ പ്രകാശ് മാത്യുവിന് എന്ത് സംഭവിച്ചു? ചിത്രത്തിന് ശേഷമുള്ള പ്രകാശ് മാത്യുവിന്റെ ജീവിതം റീക്രിയേറ്റ് ചെയ്ത വീഡിയോയും ട്രെൻഡിംഗ് ലിസ്റ്റിൽ തന്നെ ഇടം പിടിച്ചു. കൂടെ കേട്ടപ്പോൾ തന്നെ ചാർജായി എന്ന ഒരു മാസ്റ്റർ പീസ് ഡയലോഗും. എന്തിനാടാ കൊന്നിട്ട്, നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. എന്തിനാടാ കൊന്നിട്ട്, നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. എടാ ഹെൽത്തി കുട്ട, നീ എന്റെ ശുണ്ടാപ്പിയാടാ, എന്റെ ഹൽവ കഷ്ണം. എന്റെ ശുണ്ടാപ്പിയാണ് എന്റെ ഹൽവ കഷ്ണം. അങ്ങനെ പോയി ട്രെൻഡുകൾ. ബിഗ് ബോസിലെ കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. ജിസേലിന്റെ ചങ്കുപൊട്ടി. ജാൻമണിയുടെ സ്വപ്നം കാണാറുണ്ട് എന്ന പാട്ടും മലയാളികൾ ഏറെ ആഘോഷിച്ചു. കഴിഞ്ഞില്ല, ഇതിനിടയിൽ ഗിബ്ലിയും ChatGPTയും ജെമിനിയും മഞ്ഞൾപ്പൊടി ട്രെൻഡും കൂടെ അക്ഷയ് ഖന്നയുടെ റീ എൻട്രി പാട്ടുമൊക്കെ വന്നുപോയി. ബൺമസ്കയ്ക്ക് പിന്നാലെ ആളുകൾ കുതിച്ചു പാഞ്ഞു. ഞങ്ങളുടെ സ്പെഷ്യൽ ബൺമസ്ക ആൻഡ് ചായയാണ്. പൂച്ച സാറിന് വെല്ലുവിളിയുമായി ഹസ്കി സാറും വന്നു. പഴയ ടിക്ടോക്ക് വീഡിയോകൾ ലാസ്റ്റ് വരെ കാണുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ. വീഡിയോയുടെ അവസാനം വരുന്ന ഹസ്കിയുടെ ആ ഡാൻസ് തന്നെ. ആ ഫീൽ ചെറുതൊന്നുമല്ല തന്നത്. ഇതിനിടയിൽ സോജപ്പനും കുട്ടുമ്പക്കുട്ടുവും ബാഹുസ്വാമിയുമൊക്കെ ട്രെൻഡിങ്ങിൽ ഇടം പിടിച്ചു. ബാഹുസ്വാമി നന്നായിട്ട് നൃത്തം ചെയ്യുമെന്നത് തരംഗമായപ്പോൾ കൂടെ നൃത്തം ചെയ്തവരും ഏറെയാണ്. സ്വർണം കട്ടവൻ ആരപ്പ എന്ന ചോദ്യം കേരളം മുഴുവൻ കടന്നുപോയി. അങ്ങനെ പോയി ട്രെൻഡിംഗ് ലിസ്റ്റ്. ഒന്നിനു പുറകെ ഒന്നായി ട്രെൻഡ് മാറിക്കൊണ്ടേയിരുന്നു. സോഷ്യൽ മീഡിയയിലെ പുതിയ ട്രെൻഡുമായി ഇനി 2026 വരവാണ്. ഞാൻ ആരേട്ടാ